അത് സുകുമാരൻ ഇവർ രണ്ടും കൂടെ ഒരു ബൈക്കിൽ പോവുകയായിരുന്നു. പക്ഷേ അപകടം സംഭവിച്ചത് ജയനാണ്. 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് സുഹോട്ടൻ എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സങ്കടം എന്ന് പറയുന്നത് ഒരു പക്ഷേ അവൻ അവസാനം സംസാരിച്ചത് എന്നോടായിരിക്കും വലിയ എന്നാണ് സുഹോട്ടൻ്റെ വാചകം. ഒരു 50 മീറ്റർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭയങ്കര ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സുഹോട്ടൻ കാണുന്നത് ഈ ഹെലികോപ്റ്റർ താഴെ ചരിഞ്ഞ് വീഴുന്നതാണ്. അപ്പോൾ സുഹോട്ടന് മനസ്സിലായി, അയ്യോ അതിൻ്റെ സൈഡിൽ ജയനുണ്ടല്ലോ ഈശ്വര. നമസ്കാരം. ഡി ഫോർമാൻ ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനശ്വര നിറഞ്ഞതിനെ കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഓർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിൽ ജയൻ സാറിന്റെ 45ാമത് ചരമവാർഷികത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരം ജയൻ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പുത്തരിക്കണ്ടം സഖാവ് പാർക്കിൽ വെച്ച് നടന്ന ജയൻ സ്മൃതി 2025 ഈ വർഷത്തെ എവർഷൈൻ ഹീറോ ജയൻ പുരസ്കാരം ശ്രീമതി മല്ലിക സുകുമാരൻ ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞ വാക്കുകളാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ. അറിവ് കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും എന്നും ഞാൻ ഗുരുസ്ഥാനീയനായിട്ട് കാണുന്ന അലക്സാണ്ടർ സാറിരിക്കുന്ന വേദിയിൽ എന്നോടൊക്കെ പ്രസംഗിക്കാൻ പറയുന്നത് തെറ്റ്. കാരണം അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം, അദ്ദേഹം അത് പറഞ്ഞു കൊടുക്കുന്ന രീതി, സദസ്സ്, ഓരോ സദസ്സിലും അവസരോചിതമായി ഉപയോഗിക്കുന്ന ഭാഷാജ്ഞാനം ഒക്കെ എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഗ്രഹമല്ല. സരസ്വതി ദേവി കനിഞ്ഞ് പ്രസാദിച്ച് ആ ഒരു അനുഗ്രഹസിദ്ധി കൊടുക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കാനുള്ള ഭാഗ്യം നമ്മളെ പോലെയുള്ള ശ്രോതാക്കൾക്ക് ഉണ്ടാവുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരും, ഇപ്പം എനിക്ക് തോന്നുന്നത് സബീറിനെയാണ് ഞാൻ ഇപ്പം ആദ്യമായിട്ട് കാണുന്നതെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും, ശാന്തയുള്ള ദിനേശുണ്ട്, സുരേഷ് ബാബുണ്ട്, ഇവരൊക്കെ എൻ്റെ കൊച്ചനിയന്മാരായിട്ട് സുഖേട്ടനുള്ള കാലം മുതലേ ഉള്ളതാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും പറയും, സുരേഷ് ബാബുവിൻ്റെ കോട്ടയം കുഞ്ഞച്ചൻ സുഖേട്ടനും മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച പടമാണ്. ശാന്തിപിള്ള സാറിൻ്റെ ഏറ്റവും ഹിറ്റായ സീരിയൽ വലയത്തിലെ പ്രധാനപ്പെട്ട അമ്മയാണ് ഞാൻ. പിന്നെ എന്നെ വെച്ചെടുത്തിട്ടില്ല, എൻ്റെയാണ് പിന്നെ സീരിയൽ ഓടാത്തത് കേട്ടോ. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ അലക്സാണ്ടർ സാർ പറഞ്ഞ ഈ കഥ ഇങ്ങനെ കേൾക്കുകയായിരുന്നു. കാരണം ഒരുപക്ഷെ ഇന്നിവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ജയനുമായിട്ട് ദിവസങ്ങളോളം സംസാരിക്കാനും അനുഭവങ്ങൾ പങ്കിടാനും ഒക്കെ സാധിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് എൻ്റെ സുഖേട്ടൻ. ഇടിമുഴക്കം എന്ന് പറയുന്ന ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തേക്കടിയിലാണ്. അന്ന് ഇന്ദ്രയത്തിന് 82 ദിവസമേ ഉള്ളൂ. ആദ്യമായിട്ട് നമ്മൾ ഈ സിർലാക്ക് എന്നൊക്കെ പറഞ്ഞ സാധനം കൊടുത്തു തുടങ്ങുന്ന അവിടെ വെച്ചാണ്. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ തമാശ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഷൂട്ടിംഗ് നേരത്തെ കഴിഞ്ഞു, പാവം കയറി വന്നു, നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, നല്ല ടീഷർട്ടൊക്കെ ഇട്ട്, അറിയാമല്ലോ നമ്മൾ കണ്ടാൽ നോക്കി നിന്ന് പോകും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ശരീരവും ഒക്കെ. അപ്പൊ സുഖേട്ടന്റെ രീതി എങ്ങനെയെന്ന് വെച്ചാൽ അവർ ലുങ്കി കൊടുത്തിരിക്കുന്ന ടൈപ്പാണ്. അപ്പോ ഇന്ദ്രയത്തിനെ കയ്യിലെടുത്ത് സുഖേട്ടനെടുത്തപ്പം കരഞ്ഞോണ്ടിരിക്കുക കുഞ്ഞൻ. അപ്പൊ ജയം പറയും ഇങ്ങോട്ട് കൊണ്ടുവാ എന്ന് പറഞ്ഞ് എടുത്തപ്പോ ഇന്ദ്രൻ കരച്ചിൽ നിർത്തി. കണ്ടോടാ, മര്യാദയ്ക്കൊക്കെ വേഷമൊക്കെ ഇട്ടിരിക്കണം മുറിയിലായാലും, കുഞ്ഞുങ്ങൾ പേടിച്ചു പോരുത്. അപ്പൊ ഇവര് തമ്മിൽ അങ്ങനത്തെ സംഭാഷണങ്ങൾ സുഖേട്ടൻ പറഞ്ഞു, അല്ല അതല്ല കരച്ചിൽ നിർത്തിയത്. അവൻ വിചാരിച്ചോട്ടോ അപ്പുറത്തെ മുറിയിൽ ഇപ്പുറത്തോട്ട് വരാനാണോ ഈ അങ്കിൾ ഇത്രയും നല്ല ഉടുപ്പെടുത്തിട്ടോ എന്ന് വിചാരിച്ച് കാണും എന്നൊക്കെ പറഞ്ഞ് ഒരു തമാശ രൂപേണയുള്ള സൗഹൃദം കണ്ട ഞാൻ അതിനെ തുടർന്ന് അങ്ങാടി, അങ്കക്കുറി, പിന്നെ ഞാനൊപ്പം അഭിനയിച്ച ജയിക്കാനായി ജനിച്ചവൻ, കൂടിളക്കം, ഇങ്ങനെ പോകുന്നു അദ്ദേഹവുമായിട്ട് സഹകരിച്ച പടങ്ങൾ. എനിക്ക് മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു സംഭവം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ മരണം നടന്നതിന് ഒരു അരമണിക്കൂറിന് മുമ്പ് മണ്ണാറക്കയം ബേബി, ഇന്ന് അദ്ദേഹം ഇവിടെ ഇല്ല, ക്രിറ്റിക്സ് അവാർഡിന്റെ ഒക്കെ ആളാണ്, എനിക്ക് വരുന്ന ഫോണ് ഒരു ബൈക്ക് ആക്സിഡന്റിൽ സുകുമാരനും ജയനും അപകടം പറ്റിയതാണ്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ അമ്മയുടെ കൂടെ, ഞങ്ങൾക്ക് മദ്രാസിൽ അന്ന് വീടുണ്ട്. അപ്പോൾ അയ്യോ എന്തോ പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്കങ്ങ് വെപ്രാളവും സങ്കടവും കരച്ചിലും ഒക്കെ ആയി. ഞാൻ പറഞ്ഞ ഇങ്ങനെ കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അടുത്ത ഫോൺ വരുന്നു,
അല്ല ചേച്ചി, അത് സുകുമാരൻ ഇവർ രണ്ടും കൂടെ ഒരു ബൈക്കിൽ പോവുകയായിരുന്നു, പക്ഷേ അപകടം സംഭവിച്ചത് ജയനാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും സുഖേട്ടനോട് എന്നോട് എന്തോ ജയന് പറ്റിയത്, അല്ല അതിന്റെ വിശദവിവരം ഒന്നും വന്നിട്ടില്ല എന്ന് പറയുന്നു. ഈശ്വര, ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് സുഖേട്ടൻ എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ സങ്കടം എന്ന് പറയുന്നത് ഒരുപക്ഷെ അവൻ അവസാനം സംസാരിച്ചത് എന്നോടായിരിക്കും വലിയ എന്നാണ് സുഖേട്ടന്റെ വാചകം. ഞാൻ പറയാം, എന്താ സുഖേട്ട, ഞാൻ ഈ ബൈക്കിൽ പോകുമ്പോൾ ജയൻ ഈ പറഞ്ഞിട്ടുണ്ട് ഡിഫൻസിലും നേവിയിലും ഒക്കെ വർക്ക് ചെയ്ത് അതുകൊണ്ട് ഹെലികോപ്റ്ററിൽ പിടിക്കുമ്പോൾ എങ്ങനെയാണ് അത് ചാഞ്ഞാൽ എന്താണ് അപകടം, അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് എല്ലാം അദ്ദേഹത്തിന് അറിയാം. അപ്പൊ സുഖേട്ടനോട് പറഞ്ഞു, സുഖു, ഞാൻ നിന്റെ ബൈക്കിൽ നിന്റെ തോളത്ത് പിടിച്ചോണ്ട് പതുക്കെ എഴുന്നേറ്റ് നിന്ന് വരും. എനിക്ക് ഹെലികോപ്റ്ററിൽ ഒരു പിടുത്തം കിട്ടിയാൽ ഞാൻ ഒച്ചത്തിൽ ആന്ന് വിളിക്കും. നീ ഉടനെ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് പോകരുത്, റൈറ്റിലോട്ട് ഒന്നും പോകരുത്. എന്താ കാര്യം എന്ന് വെച്ചാലേ, എന്റെ ഭാരം കൊണ്ടോ എന്തെങ്കിലും അബദ്ധവശാൽ ഹെലികോപ്റ്റർ ഒന്ന് ചരിഞ്ഞാൽ ഈ പ്രൊപ്പല്ലറി ഫാൻ പോലെ കറങ്ങുന്ന സാധനം നിന്റെ തലയെ വന്ന് ഇടിക്കും. അതുകൊണ്ട് ഇവിടെ നിൽക്കരുത്. നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ഈ സൗണ്ട് വെച്ചാൽ ഉടനെ നീ നേരെ മുമ്പോട്ട് വിട്ടോളാം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ സുഖേട്ടൻ അപ്പം അയ്യോ ശരിയാണല്ലോ എന്നൊക്കെ അപ്പ ചിന്തിക്കുന്നില്ല. അങ്ങനെ പിടിക്കാൻ ശ്രമിക്കുന്നു, പിടിക്കുന്നു. അദ്ദേഹത്തിന് ധൈര്യവും ആ വാശിയും, ഞാൻ തന്നെ അഭിനയിക്കും, ഡ്യൂപ്പ് വേണ്ട എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ തന്നെ തീരുമാനങ്ങളാണ് അതൊക്കെ. അങ്ങനെ ജയൻ അതിൽ പിടിക്കുന്നു. ഈ ശബ്ദം കേട്ട് സുഖേട്ടൻ നേരെ ബൈക്കിൽ പോകും. ആ പടം കണ്ടവർക്കെല്ലാം അറിയാം. നേരെ മുമ്പോട്ടൊക്കെ പോയി. ഒരു 50 മീറ്റർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭയങ്കര ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സുഖേട്ടൻ കാണുന്നത് ഈ ഹെലികോപ്റ്റർ താഴെ ചരിഞ്ഞ് വീഴുന്നതാണ്. അപ്പോൾ സുഖേട്ടൻ മനസ്സിലായി, അയ്യോ അതിന്റെ സൈഡിൽ ജയനുണ്ടല്ലോ ഈശ്വര എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്കും വീണും ചിറകിന്റെ ഭാഗത്തുനിന്ന് തീയും വരാൻ തുടങ്ങി. പെട്ടെന്ന് അദ്ദേഹം ഓടി അവിടെ ചെന്നു. അപ്പോൾ സുഖേട്ടൻ പറയായിരുന്നു, അയ്യോ ഈശ്വര, ജയന്റെ ഒരു എന്താ പറയാ, ഈ പറഞ്ഞ പോലെ വ്യായാമം ചെയ്ത് നല്ലതുപോലെ ശരീരം സൂക്ഷിക്കുകയും അദ്ദേഹത്തിന്റെ ആഹാരക്രമങ്ങളും അതും ഇതും ഒക്കെ കൊണ്ടുള്ള ഒരു അടിസ്ഥാനപരമായ ആരോഗ്യം കൊണ്ടാവാം. സുഖേട്ടൻ നോക്കുമ്പോൾ ഈ ഭാഗത്തുനിന്ന് പൈപ്പ് തുറന്നതുപോലെ ബ്ലഡ് വരിക. ആ ബ്ലഡ് വന്നിട്ടും ജയൻ അത് വെച്ചോണ്ട് സംസാരിക്കുന്നു. സുഖു, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടേ പറയും. ഇത്രയുമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ പറഞ്ഞൊരു 10 മിനിറ്റ് ഇവരെല്ലാവരും കൂടെ അയ്യോ സാർ വേഗം കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞേ പോകുന്ന വഴി സുഖേട്ടന് മനസ്സിനൊരു വിഷമം. കാരണം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെ വീങ്ങി നിന്നു. അപ്പൊ എന്തോ ഒരു ഹെഡ് ഇഞ്ചുറി, തലക്കടി ഏറ്റിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വിജയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുചെല്ലുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് അൺകോൺഷ്യസ് ആണ്, ബോധം പോയി. ഈ രംഗം അത് കഴിഞ്ഞ് ഏതാണ്ട് 1 മണിക്കൂറിനെ കഷ്ടിച്ചുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം. ഈ ഒരു അവസ്ഥയും ഈ നടന്ന സംഭവവും കേട്ടപ്പോ എനിക്കിത് പറഞ്ഞെന്താണെന്നറിയോ, ഒരേ ട്രെയിനിലാണ് 2 പേരും കൂടെ ഇതേ ഷൂട്ടിങ്ങിന് മദ്രാസിലേക്ക് പോകുന്നത്. കാരണം അറിയപ്പെടാത്ത രഹസ്യം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് പീരുമേട് ഷൂട്ടിംഗ് നടക്കുന്ന ജയൻ കോട്ടയത്തു നിന്ന് കയറിയ ട്രെയിനിൽ ചാകര എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന തൃശ്ശൂരിൽ നിന്ന് സുഖേട്ടനും കയറുകയാണ്. അപ്പൊ ജയൻ പറയാണ്, സുഖു നമ്മളുടെ ഒരു കൊല്ലത്താണ് ടിക്കറ്റ് കേട്ടോ, ഒരു കാര്യം. അപ്പൊ ഞാൻ സംസാരിച്ചു, ഏതായാലും ഒന്ന് പോയി കൊടുത്തയക്കണം, ഇവര് കയറുമ്പോ തൊട്ട് വിശക്കുന്നത് പറയുമ്പോ നീ മഹാശല്യം, ഇവർ ഈ വിശപ്പൊട്ട് സഹിക്കത്തില്ല, സുഖേട്ടൻ പറയാ. അപ്പൊ ഞാൻ ഇവിടുന്ന് കുറച്ചൊരു ചില്ലി ചിക്കൻ, അത് ചിക്കന്റെ ഒരു ഐറ്റം ഒക്കെ വാങ്ങിച്ചു പോയി. സുഖേട്ടാ വിശക്കുന്നൊക്കെ ഇത് കഴിച്ചോ, പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ ട്രെയിനിൽ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ജയൻ തന്നെ സംസാരിച്ച്. ഇന്ദ്രൻ കൂടുണ്ട്. അപ്പൊ ഇന്ദ്രനെ വലിയ കാര്യമാണ്, പലപ്പോഴും എവിടെ പോയാലും ഓടി വരും. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നു. അത് സാറിനും കൂടെ അറിയാമായിരിക്കും. അപ്പോൾ ഞാൻ വെറുതെ ഫോണിൽ കൂടെ ചോദിച്ചു, ഇത് കുറെ കാലമായിട്ട് ഇങ്ങനെ ഒറ്റത്തടിയനായിട്ട് നടക്കുന്നു, ഇപ്പോൾ ആൾക്കാർ എന്തോ ഒരു ആരാധകരുള്ള ഒരു നായകനായി, ഇനി ഒരു ജീവിതമൊക്കെ വേണ്ടേ ചെയ്യാം. ചേട്ടത്തിയമ്മയുടെ ചോദ്യമൊക്കെ പോട്ടെ കുറച്ചുകൂടെ പോട്ടെ എന്ന് പറഞ്ഞതല്ലാതെ ഇതുപോലെ കാരണങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല, എനിക്കോട്ട് അറിഞ്ഞുകൂടാ. ഏതായാലും 2 പേരും കൂടെ ഒന്നിച്ച് ട്രെയിനിൽ പോന്നു, ഒന്നിച്ച് ഷൂട്ടിംഗ് സ്ഥലത്ത് പോന്നു. അന്ന് ഉച്ചയോടുകൂടി നടന്ന സംഭവമാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത്. ചിന്തിക്കാൻ പറ്റിയില്ല. സത്യം പറയുകയാണെങ്കിൽ ഒരു 2 ദിവസത്തേക്ക്
നമുക്കൊരു സ്ഥലകാല ബോധമില്ലാതെ നമ്മുടെ ജയനാണോ പോയത്? സുഖട്ട എന്തോ സുഖട്ട ഇപ്പൊ എനിക്കും അറിയില്ല. അത് ഹെലികോപ്റ്റർ ഇങ്ങനെ എന്തോ അപ്പൊ ജയന്തിന് പറഞ്ഞു ബാലൻസ് പോകാൻ സാധ്യതയുണ്ട് പിടിക്കുമ്പോ, അതുകൊണ്ടാണ് സുഖട്ടനോട് അതിന് താഴെ നിൽക്കാതെ നേരെ വിട്ടോളാൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു അനുഭവത്തിന് ശേഷം ഞാൻ ആലോചിക്കുകയായിരുന്നു സാറ് പറഞ്ഞതിലെ പലതും മുന്നിൽ കണ്ട് പലരെയും രക്ഷപ്പെടുത്തിയ മഹാനായ ഒരു കലാകാരന് ഈശ്വര എന്തിനാണ് ഇത്ര നേരത്തെ കൊണ്ടുവരുന്നത്? അദ്ദേഹത്തിനെ പോലെ ഉള്ളതുപോലെ പറയാനുള്ള ധൈര്യവും സന്മനസ്സും ഒക്കെ ഉള്ള കലാകാരന്മാർ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, ഈ സിനിമയിലെ സോപ്പടി കുറഞ്ഞേനെ. ഉള്ളത് അപ്പൊ തന്നെ ജയം പറയും, എന്തിനാണ് ഈ ആവശ്യമില്ല സോപ്പടിക്കാൻ നിൽക്കുന്നത്, ഉള്ളതുപോലെ പറഞ്ഞാൽ പോലെ എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അതൊക്കെ പോയി സിനിമ വളർന്നു, പല രീതിയിലായി. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ശരീരം നോക്കണമെങ്കിൽ പല രീതിയിലുള്ള എക്സസൈസുകൾ, ജിമ്മും കാര്യങ്ങളും അതും ഇതും ഒക്കെയായി. നമ്മുടെ ഈ നാട്ടുപുറത്ത് ഗുസ്തി പിടിച്ചുള്ള എക്സസൈസോ കളരിപ്പയറ്റ് പോയിട്ട് ശരീരം നന്നാക്കുന്നോ അതൊന്നും ഇപ്പോൾ വളരെ അപൂർവമാണ്. എനിക്ക് തോന്നുന്നു മലബാർ സൈഡിലൊക്കെ ഉള്ളൂ കൂടുതലും. എന്തായാലും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഈ അവാർഡ് എന്റെ സംഘടനയുണ്ട്, അവർ തീരുമാനിച്ചു തന്നെങ്കിലും ജയന്റെ ഒരു ആഗ്രഹമോ അനുഗ്രഹമോ എപ്പോഴും പറയും, ഞാൻ നിന്നെ സുഖം വിളിക്കുന്നെങ്കിലും മല്ലിക ഞാൻ ചേട്ടത്തെ പോലെ കാണുന്നത് പലപ്പോഴും നസീർ സാറിനെ ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക്. അത് കഴിഞ്ഞ് ജയിക്കാനായി ജനിച്ച വല്ല രംഗം എന്താന്ന് വെച്ചാൽ, ഞാൻ സോമൻ ചേട്ടന്റെ ജോഡി പ്രേം നസീറിന്റെ പെങ്ങള്, ഇദ്ദേഹം സോമൻ ചേട്ടനുള്ള വിരോധത്തിന് എന്നെ നശിപ്പിക്കാനായിട്ട് ഓടിളക്കി ചാടി വരുന്ന ഒരു രംഗമാണ്. താഴെ ചാടി വരുന്നു, കയറി പിടിക്കുന്നു. അല്ല, ഇന്നത്തെ ബലാത്സംഗമൊന്നും അറിയില്ല കേട്ടോ, സമ്മതിക്കത്തുമില്ല സംവിധായകരൊക്കെ. പരമാവധി കയറി പിടിക്കും, നമ്മളുള്ളൂ അയ്യോ ചേട്ടാ അച്ഛാ അമ്മ എന്നൊക്കെ വിളിക്കുക, അതോടുകൂടി തീരും. എന്നിട്ട് പോലും പാവം ഈ മല്ലികയുടെ പുറത്ത് വേണമായിരുന്നു ഇതൊക്കെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അന്ന് മുതൽ ഞാനും സുഖേട്ടനും ജയനും പുലർത്തിപ്പോന്നിരുന്ന ഒരു കുടുംബ ബന്ധം പോലെയുള്ളൊരു ബന്ധമുണ്ട്. അതിൻ്റെ ഒരു ആഘാതം കൊണ്ട് ഒരു ആനന്ദകരമായ ഓർമ്മകൾ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം ഈ മരണ വാർത്ത ആ ആഘാതം എനിക്ക് താങ്ങാൻ പറ്റിയില്ല. സത്യം പറയാണ്, എനിക്ക് പോണം കാണണം എന്നൊക്കെ. അപ്പൊ സൂട്ട പറഞ്ഞില്ല, ഇവിടെയല്ല നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്, അപ്പോൾ ഞങ്ങളൊക്കെ ആ ഫ്ലൈറ്റിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞവരെ അറിയാമല്ലോ, ജനലക്ഷങ്ങളാണ്. ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാന്നല്ലാതെ ഇന്നും ഞാൻ പറയുന്നതാണ്, എൻ്റെ പൊന്നു ജയ ഒരുപാട് വേദനിച്ചു ചേട്ടത്തി എന്ന് വിളിക്കുന്ന ഈ മല്ലിക. പക്ഷേ എന്തോ ഓരോരുത്തർക്ക് ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ അദ്ദേഹം എഴുതി വിടും, ഇത്രാമത്തെ വയസ്സിൽ ഇന്നടത്ത് വെച്ച് ഇന്നതുപോലെ പോകണം എന്നുള്ളത് ദൈവം തീരുമാനിക്കുന്ന കാര്യമാണ്. നിഷേധിക്കാൻ ആർക്കും ഒക്കത്തില്ല, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാനും പറ്റത്തില്ല, മാറ്റി വയ്ക്കാനും പറ്റത്തില്ല. ഇത്രയും സ്നേഹസമ്പന്നനായ ഒരാൾ, സാറ് പറഞ്ഞ പോലെ ഒരു വിവാദങ്ങൾക്കോ ഒരു വഴക്കിനോ അങ്ങോട്ടും ഇങ്ങോട്ടും കുതികാൽ വെട്ടോ പാരയോ പരദൂഷണമോ ഒന്നുമില്ല. അധ്വാനിക്കുക, അതിനനുസരിച്ച് ജോലി ചെയ്ത് നല്ല പേര് സമ്പാദിക്കുക, പ്രേക്ഷകരുടെ ഇഷ്ടനായകനായിട്ട് വളരുക, ഇതൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. അതൊരു പരിധിവരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ സാധിച്ചെടുത്ത ഒരു അത്യുന്നതനായ ഒരു കലാകാരനാണ് ജയൻ. അപ്പോ ജയന്റെ പേരിൽ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുക എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ കൂടപ്പറപ്പ് കൊടുത്തയച്ച ഒരു സമ്മാനമായിട്ട് തോന്നുക എൻ്റെ മനസ്സിന്. സത്യം, അത് ഒരു പക്ഷേ പലർക്കും ആ കാലത്ത് ജീവിച്ചിരുന്നവർക്ക് കുറച്ചു പേർക്കൊക്കെ അറിയാം ഞങ്ങളും ജയനും ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. കാരണം അന്ന് ഇതുപോലൊന്നും അല്ല, കാരണം കുറെ കൂടെ സ്നേഹബന്ധങ്ങൾക്ക് വിലയുണ്ടായിരുന്നു. എല്ലാവരും ഒരു കുടുംബം പോലെ ഒരു ലൊക്കേഷനിൽ പോയാൽ, അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ ഒരു ഷൂട്ടിങ്ങിന് പോയാൽ നമ്മൾ കൊണ്ടിരുന്ന ആഹാരം എല്ലാവരും കഴിക്കും, അവർ കൊണ്ടിരുന്ന നമുക്കും തരും. ഇപ്പം അതല്ലല്ലോ, ഒറ്റയ്ക്ക് വളർന്നു വരുന്നവരെ കണ്ടുകൂടാ, വളർന്നു കഴിഞ്ഞവരെ കണ്ടുകൂടാ, വളർന്നുകൊണ്ടിരിക്കുന്നവരെ കണ്ടുകൂടാ. ഇങ്ങനെ ഒരുപാട് വേർതിരിവുകളായിപ്പോയി. അതെന്താന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും നമ്മളെപ്പോഴും ശത്രുക്കളാ, ചിലർക്കൊക്കെ, വളരെ ചുരുക്കം ചിലർക്കൊക്കെ, എല്ലാവർക്കും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഈശ്വര, ഇപ്പോഴെങ്കിലും എനിക്കൊരു ആരോഗ്യത്തോടുകൂടി വന്ന് ഈ അവാർഡ് വാങ്ങിക്കാനുള്ള ഭാഗ്യം ജയൻ തന്നല്ലോ എന്ന് ഞാൻ ആനന്ദിക്കുകയാണ്. ഇത് തന്നതിന് ഈ സംഘടനയോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ഈ സംഘടനയുമായി ഏതു തരത്തിലും
ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം സഹകരിക്കാനും ഒപ്പം നിൽക്കാനും മല്ലിക ചേച്ചി എന്നും ഉണ്ടാവും. യാതൊരു സംശയവും വേണ്ട അതിന്. കാരണം അത്രയ്ക്ക് സ്നേഹമായിരുന്നു എനിക്ക് ആ സഹോദരനോട്. അത് എൻ്റെ സുവേട്ടനിലൂടെയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. കാരണം സുവേട്ടന് വളരെ ചുരുക്കം പേരേ ഉള്ളൂ വളരെ അടുത്ത സ്നേഹിതരായിട്ട്, അന്നും എന്നും. അതിലൊന്ന് അടുത്ത കാലത്ത് ഏറ്റവും ഇളയ അനിയൻ എന്ന് വേണേൽ മമ്മൂട്ടിയെ പറയാം. പക്ഷെ ജയൻ, സോമേട്ടൻ, അവരൊക്കെ ഒരു ഒന്നിച്ച് നടന്നവരാണ്. ഒരു ഭക്ഷണം കഴിക്കാൻ പോയാലും എല്ലാവരെയും കൂടെ വീട്ടിൽ വിളിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് പോകും. അതാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും ഇപ്പൊ കാണാറില്ല. പോട്ടെ, ഏതായാലും ഇതിപ്പോ അതൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു വേദിയല്ല ഇത്. അദ്ദേഹത്തിന്റെ ആത്മാവിനെങ്കിലും എന്നും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. അദ്ദേഹത്തിനെ വിശ്വസിച്ചു, അദ്ദേഹത്തിനെ സ്നേഹിച്ചും അദ്ദേഹത്തിനെ ആരാധിച്ചും പോകുന്ന ഇതുപോലെയുള്ള ആൾക്കാർ, അത് സംഘടനയാവട്ടെ വ്യക്തികളാവട്ടെ, അവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും സർവേശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നന്ദിപൂർവ്വം ഈ അവാർഡ് സ്വീകരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.